ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററായിട്ടുള്ള ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ സർക്കിളിൻ്റെ പാർട്സിനെ കുറിച്ച് നമുക്കറിയാം. ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ആൻഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും. ആൻഡ് ഈ റേഡിയസിൻ്റെ ഡബിളാണ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസിനെ പറയുന്ന പേരാണ് കോഡ് ഓഫ് എ സർക്കിൾ. ആൻഡ് സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ടാൻജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാൻജൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ ലൈൻ ദാറ്റ് ടച്ചസ് ദ സർക്കിൾ അറ്റ് വൺ പോയിൻറ്റ്. എക്സാക്ട്ലി ഒരു പോയിൻറ്റിൽ മാത്രം സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ലൈൻസിനെ പറയുന്ന പേരാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഈ വരയ്ക്കുന്ന ലൈൻ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. എ ബി എന്ന് പറഞ്ഞ് സർക്കിളിൻ്റെ ഡയമീറ്ററായിട്ട് ഞാൻ എടുക്കുന്നു. ഇനി ഈ സർക്കിളിൻ്റെ എ എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഈ ലൈനിനെ പറയുന്ന പേരാണ് സർക്കിളിൻ്റെ ടാൻജൻറ്റ്. ടാൻജൻറ്റ് ഓഫ് എ സർക്കിൾ. ഓക്കെ, സർക്കിളിൻ്റെ ഒരു പോയിൻറ്റിൽ കൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് ടാൻജൻറ്റ്. ആൻഡ് ഇവിടെ ഈ പറയുന്ന ടാൻജൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ടാൻജൻറ്റ് അറ്റ് എ പോയിൻറ്റ് ടു എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് ഇവിടെ ഞാൻ ഡയമീറ്റർ വരച്ചിട്ടുണ്ട്, സർക്കിളിൻ്റെ ഡയമീറ്റർ എ ബി ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ എ ബിയിൽ എ എന്ന് പറയുന്ന പോയിന്റിലാണ് ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ടാൻജൻറ്റും ഈ ഡയമീറ്ററും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് എയിലുള്ള ഡയമീറ്റർ, എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. ദ ടാൻജൻറ്റ് അറ്റ് എ പോയിൻറ്റ് ടു എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, ഇതാണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ പറയുന്ന കൺസെപ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിഗർ എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ വരയ്ക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. 2 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ്, 2 സെൻറ്റിമീറ്റർ റേഡിയസ്. ആൻഡ് ദിസ് ഇസ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 25 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ആകെ തന്നിട്ടുള്ള ഒരു അറിവെന്ന് പറയുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർ ഫിഗർ ഒന്ന് വരയ്ക്കണം. ഇത് 25 ഡിഗ്രിയാണ് അല്ലേ. ഇത് സർക്കിളിൻ്റെ റേഡിയസ് ആണെന്ന് പറയാം. സർക്കിളിൻ്റെ റേഡിയസും ഈ വരച്ചിരിക്കുന്ന ഇത് ടാൻജൻ്റ് ആണ്. സോ ഈ വരച്ചിരിക്കുന്ന ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90, 25. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ആദ്യം 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിളാണ് ആദ്യം വരയ്ക്കുന്നത്. ആദ്യമായിട്ട് അതാണ് വരയ്ക്കേണ്ടത്. സോ 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ടു സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. റേഡിയസ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ 65 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഞാനിവിടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 65 ഡിഗ്രി ആംഗിളും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 65 ഡിഗ്രി ആംഗിളും മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് 65 ഡിഗ്രി. ഓക്കെ അല്ലേ, ഇത് 65 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടാൻജൻറ്റ് വരയ്ക്കാൻ വേണ്ടി പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ട് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത് 90 ഡിഗ്രി, ഇത് 65. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് എത്രയായിരിക്കും?
25 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. In each of the two pictures below, the tangent to a circle, the radius through that point of contact, and another line through the center are drawn to make a triangle. ഇവിടെ രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഡ്രോ ദീസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് നോക്കി നോക്കാം. സോ ആദ്യത്തെ ഫിഗർ ഒന്ന് റഫായിട്ട് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇവിടെ ഒരു ടാൻജൻറ്റും വരയ്ക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 2.5 സെൻറ്റിമീറ്ററിൽ 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. 2.5 മാർക്കും ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തു. 2.5. ഇനി എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇതിന് ടാൻജൻറ്റ് വരച്ച് നോക്കാം നമുക്ക്. 90 ഡിഗ്രി ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ടാൻജൻറ്റ് വരയ്ക്കുന്നു. ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തതിന് ശേഷം സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ച് ഇങ്ങോട്ടൊരു ആർക്ക് കെട്ടുക 5 സെൻറ്റിമീറ്ററിൽ. ഓക്കെ, സോ ഇവിടെ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്വയർഡ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.